നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ക്ലബ് ഫുട്ബോളിൻ്റെ ആവേശത്തിലേക്ക് കയറി. ഇന്ന് പ്രീമിയർ ലീഗ് ആരംഭിക്കുന്നു. പ്രീമിയർ ലീഗിൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:30 ആഴ്സണൽ കളിക്കാൻ ഇറങ്ങുന്നു. എതിരാളികൾ കവൻട്രി സിറ്റിയാണ്. എമിറേറ്റ്സിൽ നടക്കുന്ന മത്സരം തകർപ്പൻ വിജയത്തോടുകൂടി ആഴ്സണൽ ഈ സീസണിന് തുടക്കമിടുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുമ്പോൾ ഇത്തവണ ഏറ്റവും അധികം കിരീട സാധ്യതയുള്ള ക്ലബ്ബ് ഏതാണ്? പ്രീമിയർ ലീഗ് ഇത്തവണ ആര് തൂക്കും? നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. നിലവിൽ BBC-യുടെ എക്സ്പേർട്ടുകൾ പറഞ്ഞിട്ടുള്ള ഒരു പ്രിഡിക്ഷൻ നമ്മൾ പരിശോധിക്കുന്നു. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് മുൻ താരങ്ങളുണ്ട്, അല്ലാത്ത എക്സ്പേർട്ടുകളുണ്ട്. അപ്പോൾ അതിൽ ചിലരുടേത് മാത്രം നമ്മൾ എടുക്കുന്നേ ഉള്ളൂ. ജോ ഹാർട്ട് പറയുന്നത് ഇത്തവണ കിരീടം മാഞ്ചസ്റ്റർ സിറ്റി നേടുമെന്നാണ്. മാരസ്കയെ കോച്ചാക്കി ആദ്യ കളി അത്ര മികച്ചതായിരുന്നില്ല. ടീം ഇപ്പോഴും സെറ്റായിട്ടില്ല. ഇനിയും ചില സൈനിങ്ങുകൾക്ക് വേണ്ടി അവർ നടന്നുകൊണ്ടിരിക്കണം. അപ്പോഴാണ് ജോ ഹാർട്ടിൻ്റെ ഒരു പ്രിഡിക്ഷൻ വരുന്നത്. മാഞ്ചസ്റ്റർ സിറ്റി വിൽ വിൻ ദിസ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ടൈറ്റിൽ. രണ്ടാമത് അദ്ദേഹം ആഴ്സണലിനെ പറയുന്നു, മൂന്നാമത് ചെൽസിയെ പറയുന്നു, നാലാമത് ലിവർപൂളിനെ പറയുന്നു. ചെൽസിയും ലിവർപൂളൊക്കെ പുതിയ കോച്ചുമാരുടെ കീഴിലാണ് വരുന്നത്. പോൾ റോബിൻസനും ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയാണ്. 1 സിറ്റിക്ക് കിരീട സാധ്യത, 2 ആഴ്സണൽ, 3 ലിവർപൂള്, 4 മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്നാണ് അദ്ദേഹം പറയുന്നത്. യുണൈറ്റഡ് പോയ സീസണിൽ മൈക്കിൾ കാരിക്കിൻ്റെ കീഴിൽ മികച്ച പ്രകടനം നടത്തിയിട്ട് ഇത്തവണ ഒരു പുത്തൻ സീസണിന് വലിയ ആത്മവിശ്വാസത്തോടു കൂടി വരികയാണ്. പക്ഷേ ടീമിൽ ഒരുപാടൊന്നും മാറ്റം അവർ നടത്തിയിട്ടില്ല. അത് ഷേഗിവൻ്റെ കാര്യത്തിലും ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെ. അതായത് സിറ്റി കിരീടം ചൂടും, രണ്ടാമത് ആഴ്സണൽ വരും, പിന്നെ ലിവർപൂൾ, പിന്നെ ചെൽസി എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ പിന്നീട് എക്സ്പെർട്ടുകൾ അധികവും പറയുന്നത് കിരീടം ആഴ്സണൽ തന്നെ ചൂടുമെന്നാണ്. നമുക്ക് തോമസ് ഇസൽബർഗറുടെ ഒരു പ്രഡിക്ഷൻ നോക്കാം. അദ്ദേഹം പറയുന്നത് ആഴ്സണൽ കിരീടം ചൂടുമെന്നും, ലിവർപൂൾ രണ്ടാമത് വരുമെന്നും, യുണൈറ്റഡ് മൂന്നാമത് വരുമെന്നും, ചെൽസി നാലാമത് വരുമെന്നുമാണ്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. മാഞ്ചസ്റ്റർ സിറ്റിക്ക് ടോപ്പ് 4 പോലും ഇടം കിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം ലിൻസെ ജോൺസൺ പറയുന്നത് ആഴ്സണൽ കിരീടം ചൂടും, സിറ്റി രണ്ടാമത്, ആസ്റ്റൺ വില്ല മൂന്നാമത്, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നാലാമതെന്നാണ്. എലൻ വൈറ്റും പറയുന്നു ആഴ്സണൽ കിരീടം ചൂടും, സിറ്റി രണ്ടാമതാകും, പക്ഷേ മൂന്നാമത് തന്നെ യുണൈറ്റഡ് പോയ സീസണിലെ പോലെ ഫിനിഷ് ചെയ്യുമെന്നും, നാലാമത് ചെൽസി ആകുമെന്നും അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്യുന്നു. അപ്പം ഇനി അങ്ങോട്ടുള്ള മിക്ക എക്സ്പേർട്ടുകളും പറയുന്നത് ഒന്നാമത് ആഴ്സണൽ, രണ്ടാമത് സിറ്റി, 3 യുണൈറ്റഡ്, 4 ചെൽസി എന്ന രൂപത്തിലാണ്. അല്ലെങ്കിൽ ചിലർ ലിവർപൂളിനെയും പറയുന്നത്. പക്ഷെ ഒന്നാം സ്ഥാനം ഇനിയുള്ള അങ്ങോട്ട് എല്ലാവരും കൽപ്പിക്കുന്നത് ആഴ്സണലിലാണെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. നമ്മളിതിനിടയ്ക്ക് BBC തന്നെ AI-യുടെ ഒരു പ്രഡിക്ഷൻ പറയുന്നുണ്ട്. AI നടത്തിയിട്ടുള്ള പ്രഡിക്ഷൻ 1 ആഴ്സണൽ, 2 മാഞ്ചസ്റ്റർ സിറ്റി, 3 ലിവർപൂൾ, 4 മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്നുള്ളതാണ് പ്രഡിക്ഷൻ. ഏതായാലും ഈ പ്രഡിക്ഷനുകളിൽ കിരീടങ്ങൾ നേടാൻ വേണ്ടി ഏറ്റവും അധികം പോയിൻ്റ് ആര് നേടുന്നു നോക്കുമ്പോൾ ആഴ്സണൽ ഇത്തവണ 100 പോയിൻറ്റും കടക്കുമെന്നാണ് പ്രഡിക്ഷൻ. 109 പോയിൻറ്റുകൾ നേടുമെന്ന് പറയുന്നു. മാഞ്ചസ്റ്റർ സിറ്റി രണ്ടാമതെത്തുക 73 പോയിൻറ്റിലാണെന്നും, ലിവർപൂളിന് 38 പോയിൻറ്റും, ചെൽസിക്ക് 35 പോയിൻറ്റും, മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് 21 പോയിൻ്റ് ആയിരിക്കുമെന്നും അവർ പറയുകയാണ്. ഏതായാലും ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ഇത്തവണ ഏറ്റവും മികച്ച രൂപത്തിലുള്ള സ്ക്വാഡ് കയ്യിലുള്ളത് ആഴ്സണലിൽ തന്നെയാണ്. ആഴ്സണലിൻ്റെ സ്ക്വാഡ് ഡെപ്തൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ്. ബട്ട് സ്റ്റിൽ അവർ ചില നീക്കങ്ങൾ മാർക്കറ്റിൽ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഡിഫൻസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി കോൺസെ കൊണ്ടുവന്നു. ഇനി ഗ്യോക്കറസോ അല്ലെങ്കിൽ ഗബ്രിയൽ മാർട്ടിനെല്ലിയോ, ഗബ്രിയൽ ഹീസസോ ഒക്കെ പുറത്തു പോയേക്കാം. അപ്പോൾ അവിടെ ഈ മുന്നേറ്റത്തിൽ ചില മാറ്റങ്ങൾക്ക് അവർ ഒരുങ്ങുന്നു. സോ ആഴ്സണൽ ഓൾറെഡി കരുത്തരാണ്. ഇന്ന് അവർ മികച്ച വിജയത്തുടക്കമിടും. ഇത്തവണ കിരീടത്തിലേക്ക് ആഴ്സണൽ എത്തുമെന്നാണ് മിക്ക ഫുട്ബോൾ പണ്ഡിറ്റുകളും പറയുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.